ഹലോ, വിശ്വനാ തിയേറ്റേഴ്സ്, വക്കച്ചൻ ഹിയർ. മെയ് 15 ഒന്ന് നോക്കിക്കോട്ടെ പ്ലീസ്. ഹോൾഡോ. ആക്കാട് കൊച്ചി ചേർത്തല. അയ്യോ, എന്റെ പള്ളി വന്ന് ഡബിൾ ആണല്ലോ. 24 വരെ ഫുള്ളാ. അയ്യോ, ഒരു ഒഴിവില്ലല്ലോ. മതി, ആലോചിച്ച് പറഞ്ഞാ മതി. ആ ശരി, റൈറ്റ്. എടാ അഹമ്മദേ, നീ എന്താടാ കഞ്ചാവെന്ന് കോഴിയെ പോലിരിക്കുന്നേ? എന്റെ ഭാര്യ ഇന്നലെ പ്രസവിച്ചു, ആശുപത്രിയിലാ. എടാ, വീട്ടിൽ ചെന്നാലേ മര്യാദക്കിടന്ന് ഉറങ്ങണം. അഗ്രഹണ്ട് എന്തിയേ? ഇവിടെ തിരുന്നാണല്ലോ. അതുകൊണ്ട് വാ. മാലവിയെ പോലെ ആരെ കളിക്കാനാ? ഇവിടെ കളിച്ചോണ്ടിരുന്നാ മതിയോ? പോകണ്ടേ? ഒന്ന് എഴുന്നള്ളാൻ നോക്ക്. എന്റെ അമ്മണിക്കുട്ടി, നീയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കൂ പ്ലീസ്. ഞങ്ങൾ എല്ലാവരും റെഡിയാ വക്കച്ചൻ ചേട്ടാ. ആ മഞ്ജു ബാത്റൂം വരെ പോയിരിക്കുക. അവക്ക് പെട്ടെന്നൊരു വയറുവേദന. എന്താ അവക്ക് മാസത്തിൽ 2 വയറ്റ് വേദന? എന്നെ ടെൻഷൻ ആക്കില്ല പ്ലീസ്. വന്നല്ലോ, പോവാൻ നോക്ക്. പോകൂ പോകൂ പോകൂ. ഹലോ ഹലോ, എത്തി. ഹലോ, വിശ്വനാ തിയേറ്റേഴ്സ്. വക്കച്ചൻ, വണ്ടി വിടാൻ പോവാ. ഒന്നും പേടിക്കണ്ട ആശാനെ, ഞങ്ങൾ ഉടനെ എത്തും. ശരി, ഓക്കെ, താങ്ക് യു. എന്നെ വിടത്തില്ലേ ദൈവമേ. യെസ്, വിശ്വനാ തിയേറ്റേഴ്സ്. അതെ വക്കച്ചൻ. അയ്യോ, ഗർജനം കൊടുക്കുന്നില്ല. മലമ്പുഴ വേണോ? മലമ്പുഴ അവാർഡ് സ്കോറിംഗ് സാധനമല്ലേ. വിശാലാക്ഷിയോ? സൂപ്പർ ഹിറ്റ്, പൊരിഞ്ഞ കളിയാ. തരാം, വിശാലാക്ഷി തരാം. ശരി, ഡേറ്റ് നോക്കിക്കോട്ടെ. എനിക്ക് എന്തോ പോലെ ഒരു കുഴപ്പമില്ലെന്നേ. ഈ വക്കച്ചാറ് കിടന്ന് തൊള്ളു പൊട്ടിക്കുന്ന എന്തിനാ? പെരപ്പങ്കോടും പോൾരാജ് റഷീദും ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അവന്മാർ എന്തെങ്കിലും സമയത്ത് എത്തിയിട്ടുണ്ടോ? വേറെ ഒരു നടന്മാരില്ലാത്ത പോലെ. നീ ഒരിക്കേ പ്രഭാകരൻ പോളൊന്നും വന്നില്ലേ? ഇല്ല. തുടങ്ങി ഒരു സിഗരറ്റ് വലി. അതങ്ങ് ദൂരെ കഴിഞ്ഞ റഷീദേ. അമ്മണി കൊച്ചമ്മനകത്ത് ഉള്ളവരെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഏതായാലും ഇത് തീർന്നിട്ടേ കളയുന്നുള്ളൂ. സിഗരറ്റിനൊക്കെ ഇപ്പൊ എന്താ വില എന്നറിയോ? എന്റെ ഒരു ഗതിയോട് നോക്കണേ. ഭരതൻ സാറും IVC സാറും ദിവസേന വിളിക്കുന്നുണ്ട് മദ്രാസിലേക്ക് ചെല്ലാൻ. ഈ സീസൺ കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഹീറോയിൻ വേഷമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമെന്ന് തോന്നുന്നില്ല. അവർക്കൊന്നും വേറെ ആരും കിട്ടിയില്ല. ഇയാൾ ആരും അമലയോ അതോ ഭാനുപ്രിയോ? ഒന്ന് ചുമ്മാ ഇരിക്കണ്ട മഞ്ജു. ഒരു പ്രാവശ്യം കോടമ്പക്കം വരെ പോയതിന്റെ അനുഭവം നിനക്ക് നന്നായിട്ട് അറിയാലോ. അമലേ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഒരു ആശുപത്രി പോകരുത് പ്ലീസ് പ്ലീസ്. വണ്ടി വിട്ടോ, വണ്ടി എടുക്കേ. അതിനെല്ലാവരും എത്തണ്ടേ? എന്റെ കർത്താവ്, അവന്മാർ ഇനി എത്തിയില്ലേ? മണി എത്രയെന്ന് അറിയാവോ? അയ്യോ, 2 നായകന്മാരാണല്ലോ. ഇവിടുന്ന് വണ്ടി ഓടി എറണാകുളം വരെ എത്തേണ്ടതാ. എവിടെയാണെങ്കിലും അവന്മാർ എത്താതെ പോകാൻ പറ്റുമോ? അത് പറ്റില്ല. ഈയിടെയായിട്ടെ ചില അവന്മാർക്ക് ഓരോ എല്ല് കൂടിയിട്ടുണ്ട്. അവന്റെയൊക്കെ അമ്മയുടെ 16-ന് പോയിരിക്കുക. ഒരുത്താണ് ഞാൻ ദിഗ്ഗം വെച്ച് കയറിയേനെ. പക്കത്തിന്റെ അടുത്ത് കൊള്ളാഞ്ഞിട്ടാ, വേറെ ആളെ കിട്ടാത്ത പോലെ. വെറുതെ മൂപ്പിക്കല്ലേ അമ്മണി ചേച്ചി. അവന്മാര് വരും. എടാവേ, നിന്റെ സപ്പോർട്ടൊന്നും വേണ്ട കേട്ടോ. അടുത്ത കൊല്ലം പോലെ സിംഗിൾ ഹീറോയുടെ നാടകമേ ഞാൻ എഴുതൂ. അത് കാണാൻ ആര് വരും? ആക്കല്ലേ. എല്ലാം കൂടെ എനിക്കിട്ട് പണിയാൻ നോക്കിയാലേ മനസ്സിരിക്കത്തേ ഉള്ളൂ. കർത്താവേ, എന്നും ഇങ്ങനെ വയറു നിറച്ച് ആഹാരം കഴിക്കാനുള്ള യോഗം ഉണ്ടാവണേ. ആക്രാന്തം കാണിക്കാതെ. ഇത് ആരും എടുത്തോണ്ട് പോകുന്നില്ല. ഒന്ന് പതുക്കെ തിന്നെ. ഇതെടുത്തോട്ടെ. ആഹാരം കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. ലേറ്റായിട്ട് ചെന്നാലേ നമുക്കൊരു വെയിറ്റ് ഉണ്ടാവും. ആ വക്കത്തിന് ഇപ്പൊ തന്നെ അവിടെ കിടന്ന് ഭരണിപ്പാട്ട് പാടുന്നുണ്ടാവും. ഭരണിപ്പാട്ടോ പൂരപ്പാട്ടോ ഡിസ്കോ പാട്ടോ എന്ത് വേണോ പാടിക്കോട്ടെ, നമുക്കെന്താ. കറക്റ്റ്. മണി 11:30 ഏതായാലും നമ്മൾ ചെല്ലാത്തവർക്ക് പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഇത്തിരി വെയിറ്റ് ഇട്ട് പോയാൽ മതി. അതെ. വെയിറ്റർ, 2 ഐസ്ക്രീം. നിർത്ത്. നിന്റെ ഇതിനുള്ള കാശുണ്ടോ? എന്റെ ദാരിദ്ര്യത്തെ പരിഹസിക്കരുത്. ഇന്ന് വരെ നമ്മൾ കാപ്പ് കുടിച്ചിട്ടുള്ളപ്പോ ഞാൻ കാശ് കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടുണ്ടോ?
നിന്റെ വലിയ മനസ്സിന് മുമ്പിൽ ഞാൻ മതി മതി ഉള്ളത് നക്കി തിരിച്ച് പോവാൻ നോക്ക്. എടാ പോളെ, നാടകത്തിൽ 2 ലീഡിംഗ് റോള് ചെയ്യുന്ന നടന്മാരില്ലേ നമ്മള്? എന്നിട്ടും ആ അയ്മന അമ്മണിക്ക് കിട്ടുന്ന വെയിറ്റ് നമുക്ക് ട്രൂപ്പിൽ കിട്ടുന്നില്ലെന്ന് വെച്ചാ? അതെ, അയ്മനമ്മയുടെ കയ്യിലുള്ള വെയിറ്റ് നിന്റെ കയ്യിലുണ്ടോ? അതാ. എവിടെ എവിടെ എവിടെ? എത്തിയ എനിക്കെന്തോ വലിയ അപകടം വരായിരുന്നതാ. നിങ്ങൾ ട്രൂപ്പിൽ വന്നോടെ അത് മാറിക്കിട്ടി. എന്തോ 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 വന്ന് കയറിയതാ. ഞങ്ങളായിട്ട് വലിഞ്ഞു വന്ന് കയറിയതൊന്നുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ അഡ്വാൻസ് ആയിട്ട് വന്ന് കാല് പിടിച്ച് മറന്നുപോയോ? എന്നും വെച്ച് നിങ്ങൾക്കായിട്ട് കാത്തി കിടക്കാൻ പറ്റുമോ? വേണ്ട, കിടക്കണ്ട. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഗ്ലാമറിലാണ് അവന്റെ നിലനിൽപ്പ്. ദിവസം 7 മണിക്കൂറെങ്കിലും ഉറങ്ങില്ലെങ്കിൽ അവന്റെ ഗ്ലാമർ പോകും. ഇപ്പൊ 4 മണിക്കൂർ ഉറങ്ങിട്ടാ വരുന്നത്. ഇനി 3 മണിക്കൂർ ഉറങ്ങാൻ ബാക്കി കിടക്കും. അതെ, ഇവന്റെ മുഖത്തോട്ട് നോക്ക്. ഉറങ്ങാതെ മുഖം വവ്വാലി ചപ്പി അടയ്ക്ക പോലെ. എന്റെ മുഖത്തോട്ട് നോക്ക്. ഓരോ ദിവസം കണ്ണ് ചെറുതായി വരിക. മതി മതി, വലിയ ഡയലോഗ് ഒന്നും പറയണ്ട. വണ്ടിയിൽ കയറൂ പ്ലീസ് പ്ലീസ്. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക, ഇന്ന് 2 കളിയുണ്ട്. ഒന്നാമത്തെ ആറാൻ കഴിയുമ്പോൾ ആരും മേക്കപ്പ് കഴിക്കേണ്ട, ഡ്രസ്സും മാറണ്ട. അവിടെ ചെല്ലുമ്പോഴേ അവിടെ മേക്കപ്പ് ഇടാനോ തുണി മാറാനോ ഒന്നും നമുക്ക് സമയം കിട്ടത്തില്ല. വെറുതെ ടെൻഷൻ ഉണ്ടാക്കല്ലേ, പ്ലീസ് പ്ലീസ്. മനസ്സിലായല്ലോ? മനസ്സിലായേ. പിന്നൊരു കാര്യം, ചൊവ്വാഴ്ചത്തെ കളിക്ക് പലരും ഡയലോഗ് വിഴുങ്ങി. അത് ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് കരുതണ്ട. ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കൂ. പറയൂ പറയൂ പ്ലീസ്. ഇതിപ്പോ ആദ്യത്തെ കളിയൊന്നും അല്ലല്ലോ ഡയലോഗ് പഠിക്കാൻ. നിന്റെ കാര്യം എന്നാ പറഞ്ഞത്? പ്ലീസ്. പോള് ഇവനാ വിഴുങ്ങുന്നത്. ഞാൻ ഡയലോഗല്ലേ വിഴുങ്ങാറുള്ളൂ, സീൻ മൊത്തത്തിൽ വിഴുങ്ങാറില്ലല്ലോ. അവയും പോളും ഇങ്ങനെ തുടങ്ങിയാലോ? നിങ്ങൾക്കൊന്ന് സഹകരിച്ചൂടെ? ഞങ്ങളെ വിട്ടേക്ക്. അമ്മണി ചേച്ചി ചേട്ടനുമായിട്ട് അങ്ങ് സഹകരിച്ചാ മതി. അതിനിപ്പൊ തന്നെ അവര് സഹകരിക്കുന്നുണ്ടല്ലോ. എന്നെ ഓർക്കോടല്ലേ ഇത്? ബലി കൊടുത്തത് കേട്ടില്ലേ? ഞാൻ റെഡിയാ വെക്കുന്നത് സാറേ. ഞങ്ങൾ എപ്പോഴേ റെഡിയാ വെച്ചിട്ടുണ്ട്. എന്റെ അമ്മണിക്കുട്ടി, എന്നെ ടെൻഷൻ ആക്കല്ലേ പ്ലീസ്. എടാ നീയൊക്കെ ആരെ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞോണ്ടിരിക്കുക? പ്ലീസ് പറഞ്ഞ ടെൻഷൻ ഉണ്ടാക്കല്ലേ. ഫസ്റ്റ് ബില്ല് കൊടുത്തത് കേട്ടില്ലേ? കേട്ടു. ഫസ്റ്റ് ബെല്ലടിക്കും, കുറച്ച് കഴിയുമ്പോ സെക്കൻഡ് ബെല്ലടിക്കും, അത് കഴിയുമ്പോ നാടകം തുടങ്ങും. ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നാടകം കളിക്കുന്നത്. എന്റെ അമ്മോ, ഈ ഭാവാവിനെ സ്റ്റേജിൽ കാണിച്ചിരുന്നെങ്കിലേ നീ കളി 2 കൂടിയനെ. കേട്ടു നോക്കിയേ, നിന്റെ കളിയുടെ മഹാത്മം എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട കേട്ടോ. സെക്കൻഡ് ബെല്ലടിച്ച ഉടനെ കയറേണ്ട അയ്മനെ അമ്മനെ മഞ്ജുനെയൊക്കെ ആദ്യം വേഷം കെടിച്ച് കയറ്റാൻ നോക്കിയേട്ടാ. വന്ന് കേറിയപ്പോ ഒരു ചായക്ക് പറഞ്ഞതാ, ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ്. ഇനി എപ്പോഴാ? നാടകം കഴിയുമ്പോഴോ? നീ ഒരുത്തരാണ് വിശ്വകരെ കുഴപ്പമുണ്ടാക്കുന്നത്. ദ്രോഹി. ബക്കച്ചൻ കുറെ നാളായി എന്നെ തൂതാൻ തുടങ്ങിയിട്ട്. എനിക്ക് അതിനെയൊക്കെ അറിയാമോ ഇല്ലേ? നിന്ന് ഞാൻ അയക്ക് കാണിച്ചു കൊടുക്കാം. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അത് നിങ്ങൾ സ്റ്റേജിൽ കണ്ടോ?